പുതിയ സൃഷ്ടി ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്നാണ് ദൈവരാജ്യത്തിന്റെ തത്വം. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അത് ജാതികൾ ദൈവരാജ്യത്തിന്റെ വെളിയിലുള്ളവർ വിചാരപ്പെടണം. കാര്യം അവർ തന്നെ അതിന് കണ്ടെത്തണം. ഇതല്ല, മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ ചേർക്കപ്പെടും. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് നാളെക്കായി വിചാരപ്പെടേണ്ട, നാളത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെട്ടുകൊണ്ടായിരിക്കുന്നത്. അന്നത്തെ കാര്യം മാത്രം നോക്കി അങ്ങ് നടന്നുകൊണ്ടാണ്. എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യരുതെന്നല്ല. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പ്ലാനിങ് ഇല്ലാത്ത ജീവിതമല്ല. അതുകൊണ്ടാണ് യേശു 2 ഉദാഹരണം പറഞ്ഞു. നിങ്ങളൊരു ഗോപുരം പണിയുമ്പോൾ അതിനെന്ത് ചെലവ് വരും, അത് നിങ്ങൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് അത് നിന്നുപോകും, നാട്ടുകാർ നിങ്ങളെ കളിയാക്കും. അപ്പോൾ അത് പ്ലാനിങ്. 2, യുദ്ധത്തിന് പോകുന്ന മുമ്പേ എതിരാളി നിങ്ങളെക്കാളും ശക്തനാണെങ്കിൽ അയാളോട് പോയി രമ്യതയോടെ സംസാരിച്ച് കൂട്ടയക്കും. അല്ലെങ്കിൽ നീ തോക്കും, പഴയതിനേക്കാളും നാട്ടുകാർ കളിയാക്കും. സോ അത് പ്ലാനിങ് ആണ്, അസസിങ് ആണ്. ഇത് രണ്ടും ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നമുക്ക് ചെയ്തേ പറ്റൂ. അതിനുവേണ്ടിയാ ദൈവത്തിന്റെ പരിജ്ഞാനം നമുക്ക് കിട്ടിയിരിക്കുന്നത്.